ബാരാപ്പോൾ ജലവൈദ്യുത പദ്ധതിയിൽ നിന്ന് വൻ ചോർച്ച കണ്ടെത്തി. ഇതേ തുടർന്ന് നിലയത്തിൽ നിന്നുള്ള വൈദ്യുതി ഉൽപാദനം നിർത്തിവെച്ചു. വൻ ഗർത്തത്തിന് സമാനമായ ചോർച്ചയാണ് കണ്ടെത്തിയത്. ഇതേ തുടർന്നാണ് നടപടി. കുടക് മലനിരകളിൽ കനത്ത മഴയെ തുടർന്ന് ബാരാപ്പോളിൽ 2018 പ്രളയത്തേക്കാൾ വെള്ളം ഉയർന്നിരുന്നു. ഇതോടെ പവർ ഹൗസിന്റെ ടൈൽ റൈസിനൊപ്പം വെള്ളം എത്തുകയും വൈദ്യുതി ഉൽപാദനത്തിനു ശേഷം പുറന്തള്ളുന്ന വെള്ളം പുഴയിലേക്ക് ഒഴുകാതെ തിരികെ തള്ളുകയും ചെയ്യുന്ന അവസ്ഥയും ഉണ്ടായി. ഇതോടെ ബുധനാഴ്ച രാത്രി 12 മണിയോടെ ഷട്ടർ താഴ്ത്തി കനാലിലേക്ക് വെള്ളം ഒഴുകുന്നത് തടഞ്ഞു. കനാലിലും ഫോർവേഡ് ടാങ്കിലും ഉൾപ്പെടെ അടിഞ്ഞ ഇലയും മറ്റും നീക്കം ചെയ്യുന്നതിന്റെ ഭാഗമായി കനാൽ പൂർണ്ണമായും വറ്റിച്ചു. വ്യാഴാഴ്ച രാവിലെ വൈദ്യുതി ഉൽപാദനം പുനരാരംഭിക്കാൻ ഇരിക്കവെയാണ് പ്രദേശവാസികൾ കനാലിലെ ഗർത്തം കണ്ടെത്തുന്നത്. ഇതോടെ വൻ അപകടം ഒഴിവായി. ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ അന്നത്തെ തുച്ഛമായ വിലയ്ക്ക് ഭൂമി കൊടുത്തവരാണ്. ഇന്ന് ആ ഭൂമി കൊടുത്തതിൻ്റെ പേരിൽ, ഇവർക്ക് വിട്ടുകൊടുത്തതിൻ്റെ പേരിൽ ഈ പ്രദേശവാസികൾ വളരെയധികം കഷ്ടങ്ങളാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ബാരാപ്പോൾ പദ്ധതി വലിയ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പദ്ധതിയാണ്. എന്നിട്ട് പോലും ഇവരുടെ സാധാരണക്കാരായ ഇവിടുത്തെ ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കുന്നതിന് യാതൊരുവിധ ശ്രദ്ധയും KSEBിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. നമുക്കിവിടെ ഏറ്റവും പ്രാപ്യമായത് ഈ KSEB ഓഫീസിൽ പോകുമ്പോൾ അവർ പറയുന്നത് ഞങ്ങളല്ല, ഇത് സിവിൽ വിഭാഗമാണ് കൈകാര്യം ചെയ്യേണ്ടത്, നിങ്ങൾക്ക് സിവിൽ വിഭാഗത്തിൻ്റെ നമ്പർ തരാം, അവരെ വിളിച്ചോളൂ എന്നാണ് ഇവിടുത്തെ ഓഫീസിൽ പോകുമ്പോൾ ഇവിടുത്തെ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ പറയുന്നത്. അതനുസരിച്ച് ഇന്നലെ ഉണ്ടായ വിഷയത്തിന് അവരെ വിളിക്കുകയും ഇന്ന് ഉച്ചകഴിഞ്ഞ് അവർ വരാമെന്ന് പറഞ്ഞ് ഇരിക്കുമ്പോഴാണ് ഇന്ന് ഇങ്ങനെ ഒരു വലിയൊരു ദുരന്തം. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഈ ബാരാപ്പോളിൽ വെള്ളം കയറ്റി വിടുമ്പോൾ ഒരു പുഴ തന്നെയാണ് ഈ ബാരാപ്പോളിൻ്റെ ഈ കനാലിലേക്ക് തിരിച്ചു വിടുന്നത്. അതിനാണ് ഒരു ഗർത്തം വന്നിരിക്കുന്നത്. ഈ ഗർത്തത്തിൻ്റെ അടിവശത്ത് ഏകദേശം 8ഓളം കുടുംബങ്ങൾ ഉണ്ട്. ഇപ്പം ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചെന്ന് കറണ്ട് എടുക്കാൻ തുടങ്ങിയ അന്ന് തൊട്ട് ഇവിടുത്തെ പ്രദേശവാസികൾ പറയുന്ന ഒരു കാര്യമുണ്ട്. 4 കിലോമീറ്റർ ദൂരമാണ് ഇതിൻ്റെ കനാലുള്ളത്. അതിനകത്ത് 2.6 കിലോമീറ്റർ ദൂരം ഇവർ കോൺക്രീറ്റ് ചെയ്തതാണ്. ഈ 1.6 കിലോമീറ്റർ ദൂരമാണ് കോൺക്രീറ്റ് ചെയ്യാത്തത്. ആ ദൂരം കൂടി യുദ്ധകാലാടിസ്ഥാനത്തിൽ കോൺക്രീറ്റ് ചെയ്തെങ്കിൽ ഈ പ്രശ്നങ്ങൾ മുഴുവൻ പരിഹരിക്കാൻ സാധിക്കും. അന്ന് തൊട്ട് ഇവിടെയുള്ള ജനങ്ങൾ മുഴുവൻ ഇവരോട് ഈ കാര്യങ്ങൾ പറയുന്നതാണ്. ഇവർ പറയുന്ന സോയിൽ നെയിലിംഗ് എന്ന് പ്രതിഭാസമുള്ളതുകൊണ്ട് സാധിക്കില്ല എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ ഇനി എന്ത് ചെയ്യും? അത് കോൺക്രീറ്റ് ചെയ്യുക തന്നെയല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അന്ന് ഈ 1.6 കിലോമീറ്റർ ദൂരം ഇങ്ങനെ ഭിത്തി കെട്ടി തീർത്തപ്പം അന്ന് ഇവർക്ക് പാരിതോഷികം കൊടുത്തു. എന്നുവെച്ചാൽ കുറഞ്ഞ ചെലവിൽ പണി പൂർത്തിയാക്കിയെന്നും പറഞ്ഞ് ഇന്ന് അതിൻ്റെ ദുരന്തം ഈ പ്രദേശത്തുള്ള ആൾക്കാർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷം എന്താണേലും ഇനി കറണ്ടിൻ്റെ ഉൽപ്പാദനം നടക്കാത്ത രീതിയിലാണ് ഇപ്പോഴത്തെ ഈ അപകടം നടന്നിരിക്കുന്നത്. ഇവിടെ ഇതിന് താഴ്വശത്തുള്ളവരെ അടിയന്തരമായി മാറ്റിപ്പാർപ്പിക്കതൊട്ടുള്ള ആവശ്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഇവർക്കതിനാവശ്യമായ സാമ്പത്തിക സഹായം കൊടുക്കേണ്ടതുണ്ട്. ഈ കാര്യങ്ങളെല്ലാം വളരെ അടിയന്തരമായി പരിഗണിക്കണം. കനാൽ ചോർച്ച വർഷങ്ങളായുള്ള പരാതിയാണ്. ചോർച്ച എവിടുന്നാണെന്ന് ഇതുവരെയും കണ്ടെത്താൻ അധികൃതർക്ക് കഴിഞ്ഞില്ല. വ്യാഴാഴ്ച ചോർച്ച കണ്ടെത്തിയതിന്റെ 300 മീറ്ററോളം താഴെ ബിനോയ് കുറ്റ്യാനിയുടെ വീട്ടുമുറ്റത്ത് കനാലിൽ വെള്ളം നിറയ്ക്കുമ്പോൾ ശക്തമായ ചോർച്ച അനുഭവപ്പെട്ടതിനെ തുടർന്ന് 2 വർഷമായി ഇദ്ദേഹത്തെയും കുടുംബത്തെയും മാറ്റിപ്പാർപ്പിച്ചിരിക്കുകയാണ്. സമാന സാഹചര്യത്തിൽ കഴിഞ്ഞ മാസം പുല്ലാട്ട് റിന്നിയെയും ഇവിടെ നിന്നും മാറ്റിപ്പാർപ്പിച്ചു. വെള്ളം വന്ന് പൈപ്പിൽ കൂടെ പൊന്തുന്ന പോലെ തറയുടെ അടിയിൽ നിന്ന് പൊന്തുന്നുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ പവർ ഹൗസിൽ തന്നെ അവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് പറഞ്ഞു. നിങ്ങൾ പോലെ സിയോട് അവരെ വിളിച്ച് പറയുമോ, ഞങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ അന്നേരം ഫോട്ടോ എല്ലാം എടുത്ത് വീട് എടുത്ത് അവരെ കയറ്റി വെച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഇപ്പോൾ തന്നെ അവരോട് വരാൻ പറയണം, ഒരു കാര്യത്തിൽ ഒരു തീരുമാനമാക്കണം പറഞ്ഞു. ഞങ്ങളിപ്പം വിളിച്ച് പറഞ്ഞോളാന്ന് ഞങ്ങളോട് പറഞ്ഞു. 2 വർഷമായിട്ട് ഞങ്ങൾ മാറ്റി പറപ്പിച്ചേക്കുന്നു. ഇവിടെ ഈ കനാല് പൊട്ടി ഇങ്ങനെ വലിയൊരു ഗർത്തമായിരിക്കുന്നത് കൊണ്ട് നമുക്കിവിടെ താമസിക്കാൻ ഭയങ്കര ഭയമുണ്ട്. നമ്മുടെ വീടിനടിയിൽ കൂടിയാണ് ഇത് പോകുന്നത്. അതുകൊണ്ട് നമുക്ക് ജീവിക്കാൻ വളരെ ഭയമാണ്. നമുക്ക് പറയാം മാറ്റിപ്പാർപ്പിച്ച് ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് വെള്ളം വരികയും അത് ഞങ്ങൾ ഓഫീസർമാർക്ക് അത് വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കുകയും ചെയ്തു. അത് തറയുടെ അവിടെയൊക്കെ വലിയ ഉറവയായി കൊമളയായി ചുറ്റും വെള്ളം വന്നിട്ട് ഒരു രക്ഷയില്ല. അതുകൊണ്ട് ഞങ്ങൾ അത് ഇട്ട് കൊടുത്ത അവർക്ക് വീഡിയോ. ഇന്ന് ഞാൻ രാവിലെ നോക്കുമ്പോഴാണ് കനാലിന് അതിൻ്റെ അടിയിടിഞ്ഞതാണെന്ന് എനിക്ക് തോന്നി. ഞാൻ എന്നിട്ട് അവിടെ നോക്കുന്ന ഓഫീസറെ വിളിച്ച് പറഞ്ഞു ഇതെങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, വെള്ളം കണ്ടമാനം കലങ്ങി കയറി വരുന്നുണ്ട്. അത് ഇപ്പോൾ വന്ന് ആ വെള്ളം മുഴുവൻ വന്ന് എൻ്റെ വീടിൻ്റെ അതിൽ വന്ന് മൊത്തം ഒരു നാശമായിട്ടാണ്. അതെല്ലാം വന്ന് കാണണം. ഇവർ എന്നെ 6 മാസം എന്ന് പറഞ്ഞ് മാറ്റി പറഞ്ഞിട്ട് ഇന്ന് വരെയും ഇതിനൊരു തീരുമാനമായിട്ടില്ല. എൻ്റെ വീടിൻ്റെ അടിത്തറ മണ്ണ് കഴുകിപ്പോയി. അത് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ അതിൻ്റെ അപ്പുറത്തോളമായി ഇതിനൊരു തീരുമാനം എത്രയും പെട്ടെന്ന് എനിക്ക് നടത്താറുണ്ട്.
ചോർച്ച കണ്ടെത്തിയതിന് താഴ്വശത്തുള്ള മുണ്ടണിശ്ശേരികൾ ടോമി, ബെന്നി കുറ്റ്യാനി, ജിൻഡോ കൊച്ചുവീട്ടിൽ, ഷാജി പുളിക്കാട്ട്, ഗ്രേസി നരിമറ്റം, സണ്ണി കുറ്റ്യാനിക്കൽ, ജോസുകുട്ടി പല്ലാട്ട് എന്നിവരുടെ വീടുകളും ഇപ്പോൾ ഭീഷണിയിലാണ്. അടിയന്തരമായി പരിഹാര നടപടികൾ സ്വീകരിക്കാൻ KSEBയോട് ആവശ്യപ്പെട്ടതായും സ്ഥലത്തെത്തിയ ഇരിട്ടി തഹസിൽദാർ CV പ്രകാശൻ അറിയിച്ചു. പാലത്തുംകടവിൽ കനാലിന്റെ താഴ്ഭാഗത്തു നിന്ന് അപകട ഭീഷണിയെ തുടർന്ന് മാറ്റിപ്പാർപ്പിച്ച 4 കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും ചോർച്ച പരിഹരിക്കാതെ ഉൽപ്പാദനം പുനരാരംഭിക്കാൻ അനുവദിക്കില്ലെന്നും സ്ഥലം പഞ്ചായത്ത് അംഗം ബിജോയ് പ്ലാത്തോട്ടത്തിലിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ തഹസിൽദാരെയും KSEB അധികൃതരെയും അറിയിച്ചു. പ്രശ്നങ്ങൾ ബോർഡ് അധികൃതരെ അറിയിച്ച് പരിഹാരം ഉണ്ടാക്കുമെന്നും KSEB സിവിൽ വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അനിൽകുമാർ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അജിത്, അസിസ്റ്റന്റ് എഞ്ചിനീയർ മനോജ് എന്നിവർ അറിയിച്ചു. അയ്യൻകുന്ന് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഐസക് ജോസഫ്, സിന്ധു ബെന്നി, അംഗങ്ങളായ സെലീന ബിനോയ്, ഫിലോമിന മാണി, ലിസി തോമസ്, പവർ ഹൗസ് അസിസ്റ്റന്റ് എഞ്ചിനീയർ PS യദുലാൽ, അയ്യൻകുന്ന് വില്ലേജ് ഓഫീസർ ജോസഫ് എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു. 15 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദന ശേഷിയുള്ളതാണ് ബാരാപ്പോൾ നിലയം. ഇതിനകം 5.6 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞു. അത് ബ്ലോക്ക് ചെയ്യലല്ല, അത് ഇതുപോലെ ഡൈവേർട്ട് നേരെ അങ്ങോട്ട് ഇതാക്കും. കാരണം അതിലേക്ക് വെള്ളം എൻട്രി ചെയ്യുന്നത് നമ്മൾ തടസ്സപ്പെടുത്തും. ഇന്റർപ്രീറ്റ് നോക്കാം. പക്ഷെ നമ്മളിപ്പോൾ അതിൻ്റെ അടിയിൽ കുറച്ച് വീതിക്ക് നമ്മൾ ഒരു ക്യാവിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് തുടങ്ങിയിട്ട് കുറച്ച് അതിൻ്റെ പകുതി വരെ കനാലിൻ്റെ വീട്ടിലെ പകുതി വരെ എടുത്തിട്ട് കുറച്ച് മൊത്തം എടുത്തിട്ട് അവിടെ മുട്ടിച്ച് കൊടുക്കും. അപ്പോൾ ആ സ്ഥലം നമ്മൾ വാക്യൂം ക്രിയേറ്റ് ചെയ്യും. ഈ താഴെയുള്ള കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ എന്തെങ്കിലും നടപടിയുണ്ടോ സാറേ? താഴെ ഇതിൻ്റെ നേരെ താഴെ 8 കുടുംബങ്ങളുണ്ട്. അവരെ മാറ്റിപ്പാർപ്പിക്കാൻ എന്തെങ്കിലും നടപടിയുണ്ടോ? ഇത് ചെയ്തതിന് ശേഷം മറ്റു കാര്യങ്ങൾ നോക്കിയിട്ട് ചെയ്യാൻ ഇത് ചെയ്യുമ്പോൾ ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ മെഗാ ആഡി സെയിൽ നേടാം 25% മുതൽ 75% വരെ ഡിസ്കൗണ്ട്. ഡബിൾ ബെഡ്ഷീറ്റുകൾ ഒരെണ്ണം വാങ്ങുമ്പോൾ മറ്റൊന്ന് ഫ്രീ. കിങ് സൈസ് ബെഡ്ഷീറ്റ് ഒരെണ്ണം വാങ്ങുമ്പോൾ മറ്റൊന്ന് ഫ്രീ. ജെൻസ് ടീഷർട്ട് 3 എണ്ണം 299 രൂപ മാത്രം. ബോയ്സ് ടീഷർട്ട് 3 എണ്ണം 299 രൂപ. ക്രോപ്പ് ടോപ്പ് 3 പീസ് 399 രൂപ. ഗേൾസ് ടീഷർട്ട് 3 എണ്ണം 299 മാത്രം. ലേഡീസ് പല്ലാസോ 3 എണ്ണം 299 രൂപ. ബ്ലാങ്കറ്റ് 3 പീസ് 299 രൂപ. ഫാമിലി ബെഡ്ഷീറ്റ് 3 പീസ് പ്ലസ് 6 പില്ലോ കവർ 499 രൂപ. ലേഡീസ് കുർത്തീസ് 199 രൂപ മാത്രം. ലേഡീസ് 2 പീസ് സെറ്റ് 299 രൂപ. ചുരിദാറുകൾ 399 രൂപ. നൈറ്റികൾ 149 രൂപ. ബോയ്സ് ഷോർട്ട് 39 രൂപ. ഗേൾസ് കോട്ട് സെറ്റ് 199 രൂപ. ഷിഫോൺ ആൻഡ് കോട്ടൺ സാരികൾ 199 രൂപ മാത്രം. ഫാൻസി സാരികൾ 299 രൂപ. ധോത്തികൾ 199 രൂപ മാത്രം. കാഷ്വൽ ഷർട്ടുകൾ 199 രൂപ. ട്രാക്ക് പാന്റുകൾ 149 രൂപ. കൂടാതെ മറ്റനേകം കോംബോ ഓഫറുകളും. ഓഫറുകളുടെ ഈ ഉത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇമ്മാനുവൽ സെയിൽസ് നിയർ സിറ്റി സെന്റർ ഇരിട്ടി. ഓൾസോ അറ്റ് കണ്ണൂർ, കാഞ്ഞങ്ങാട്, പയ്യന്നൂർ ആൻഡ് പട്ടാമ്പി. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ A-Channel. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ A-Channel ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.